സംസ്ഥാന ബജറ്റിൽ മാള അരവിന്ദനെ ഇത്തവണയും സർക്കാർ അവഗണിച്ചു. സ്ഥലം കണ്ടെത്തി നൽകിയതിനാൽ ഈ ബജറ്റിൽ തുക വകയിരുത്തുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നെന്ന് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ശ്രീനാരായണപുരം പടിഞ്ഞാറ് വെമ്പല്ലൂരിൽ ഓട്ടോ ടാക്സി ഇടിച്ച് ബൈക്ക് യാത്രക്കാരിയായ വീട്ടമ്മ മരിച്ചു. അഞ്ചങ്ങാടി ലോറിക്കടവ് പുളിയനാർ പറമ്പിൽ മനേഷ് ഭാര്യ സുസ്മിതയാണ് മരിച്ചത്. ചാലക്കുടി റെയിൽവേ ട്രാക്കിന് സമീപം ഉണക്കപ്പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. കൊരട്ടി പോലീസ് സ്റ്റേഷന് സമീപം ദേശീയപാതയോരത്ത് റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള പറമ്പിലെ ഉണക്കപ്പുല്ലിനാണ് തീപിടിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാന ബജറ്റിൽ മാള അരവിന്ദനെ ഇത്തവണയും സർക്കാർ അവഗണിച്ചു. സ്ഥലം ലഭ്യമായാൽ മാള അരവിന്ദന് സ്മാരകം നിർമ്മിക്കാൻ പണം അനുവദിക്കുമെന്ന് MLA അടക്കം ഉറപ്പ് നൽകിയിരുന്നു. സ്ഥലം കണ്ടെത്തി നൽകിയതിനാൽ ഈ ബജറ്റിൽ തുക വകയിരുത്തുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നെന്ന് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ ഭാരവാഹികൾ അറിയിച്ചു. മുൻവർഷങ്ങളിൽ ബജറ്റുകളിൽ ഉൾപ്പെടുത്തിയെങ്കിലും സ്ഥലം ലഭ്യമല്ല എന്ന കാരണത്താൽ സ്മാരകം നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അഷ്ടമിച്ചിറ ഉരുണ്ടോളിയിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെയില്ലാത്ത 5.5 സെന്റ് സ്ഥലത്ത് മാള അരവിന്ദന്റെ പേരിൽ ഒരു സാംസ്കാരിക നിലയം സ്ഥാപിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ച് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLAയ്ക്കും മാള ഗ്രാമപഞ്ചായത്തിനും ഫൗണ്ടേഷൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത് നിവേദനം നൽകിയിരുന്നു. സ്ഥലം കണ്ടെത്തി നൽകിയതിനാൽ ഈ ബജറ്റിൽ തുക വകയിരുത്തുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നെന്ന് ഷാൻഡി ജോസഫ് തട്ടകത്ത് പറഞ്ഞു. മാള അരവിന്ദനോട് കാണിക്കുന്ന ഈ അവഗണന മാളക്കാരോടുള്ള അവഗണനയായി ജനം വിലയിരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു 5.5 സെന്റ് സ്ഥലമുണ്ട്. അത് ഉരുണ്ടോളി റോഡ് സൈഡിനോട് ചേർന്ന് തന്നെ അവിടെ മാള അരവിന്ദൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു സാംസ്കാരിക നിലയം അദ്ദേഹത്തിൻ്റെ പേരിൽ നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് MLAയ്ക്കും അതുപോലെ അതിനുവേണ്ടി മുൻകൈ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും കത്ത് നൽകി. ഈ കത്ത് നൽകി അതുപോലെ തന്നെ ബഡ്ജറ്റ് വരികയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സ്ഥലം ലഭ്യമായതുകൊണ്ട് ഇത്തവണ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് വിചാരിച്ചു. പക്ഷെ ബഡ്ജറ്റ് വന്നപ്പോഴും ഈ തവണയും അദ്ദേഹത്തിന് സ്മാരകത്തെക്കുറിച്ചൊന്നും ഈ തവണത്തെ ബഡ്ജറ്റിലില്ല. വളരെ സങ്കടമുള്ള കാര്യമാണ്. സ്ഥലം ലഭ്യമായാൽ പണം നൽകാമെന്ന് MLA ഉറപ്പ് നൽകിയിട്ടും ഈ തവണത്തെ ബഡ്ജറ്റിൽ പോലും സ്ഥലമുണ്ടായിട്ട് പോലും ഉൾപ്പെടുത്താതിരുന്നത് വളരെയധികം ഖേദമുണ്ട്. മാള ഫൗണ്ടേഷന് പ്രതിഷേധമുണ്ട്. മാള അരവിന്ദൻ മരണമടഞ്ഞ് 10 വർഷം തികയുമ്പോഴും അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം മാളയിൽ പണിതുയർത്താൻ ഗ്രാമപഞ്ചായത്തിനോ സർക്കാരിനോ ഇതുവരെ സാധിച്ചില്ല. മാള അരവിന്ദന്റെ വീട്ടിലേക്ക് പോകുന്ന വടമ കിണർ റോഡിനോ മാള പഞ്ചായത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോ അദ്ദേഹത്തിന്റെ പേര് നൽകണമെന്നും അതിനായുള്ള ചെലവ് ഫൗണ്ടേഷൻ വഹിക്കാമെന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ 8 വർഷവും ഫൗണ്ടേഷൻ കത്ത് നൽകിയെങ്കിലും ഒരു ഭരണസമിതി തീരുമാനം കൊണ്ടു മാത്രം യാഥാർത്ഥ്യമാക്കാവുന്ന കാര്യത്തിന് ഒരു നടപടിയും ഉണ്ടായില്ല. സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം ലഭ്യമല്ലാത്തതാണ് കാരണമെന്ന് പറയുമ്പോഴും ഗ്രാമപഞ്ചായത്തിന് മൂക്കിന് താഴെ സ്ഥിതി ചെയ്യുന്ന മാളക്കടവും വലിയ പറമ്പിലെ സ്ഥലവും കണ്ടില്ല എന്ന് നടിക്കുന്നത് മനഃപൂർവ്വമാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന് നാമകരണം ചെയ്ത മാളക്കുളത്തിന്റെ ഒരു വശം മാള അരവിന്ദൻ സായാഹ്ന പാർക്കാക്കി മാറ്റാൻ പഞ്ചായത്ത് തീരുമാനിച്ചത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. എന്നാൽ വിവാദങ്ങളിലൂടെയല്ല മാള അരവിന്ദന് സ്മാരകങ്ങൾ നിർമ്മിക്കേണ്ടതെന്നും പുതിയതായി ചൂണ്ടിക്കാണിച്ച അഷ്ടമിച്ചിറ ഉരുണ്ടോളിയിലെ സ്ഥലം ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണെന്നും ഇവിടെ തടസ്സവാദങ്ങൾ പറയാതെ MLA പറഞ്ഞ വാക്ക് പാലിക്കണമെന്നും അതിന് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുക്കണമെന്നും ഷാൻഡി ജോസഫ് തട്ടകത്ത് പറഞ്ഞു. ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള അനുസ്മരണ പരിപാടികൾ അടുത്ത മാസം നടക്കും. മീഡിയ ടൈം, മാള. ശ്രീനാരായണപുരം പടിഞ്ഞാറ് വെമ്പല്ലൂരിൽ ഓട്ടോ ടാക്സി ഇടിച്ച് ബൈക്ക് യാത്രക്കാരിയായ വീട്ടമ്മ മരിച്ചു. അഞ്ചങ്ങാടി ലോറിക്കടവ് പുളിയനാർ പറമ്പിൽ മനേഷ് ഭാര്യ സുസ്മിതയാണ് മരിച്ചത്. ചന്ദന സ്റ്റോപ്പിൽ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു അപകടം. മകനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് സുസ്മിത അപകടത്തിൽപ്പെട്ടത്. ചാലക്കുടി റെയിൽവേ ട്രാക്കിന് സമീപം ഉണക്കപ്പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. കൊരട്ടി പോലീസ് സ്റ്റേഷന് സമീപം ദേശീയപാതയോരത്ത് റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള പറമ്പിലെ ഉണക്കപ്പുല്ലിനാണ് തീപിടിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. കാറ്റ് വീശിയതിനാൽ തീ ആളിപ്പടർന്നു. 1 മണിക്കൂറോളം തീ പടർന്നു. ഫയർഫോഴ്സ് എത്തി ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് തീ അണയ്ക്കാനായത്. കാവും കുട്ടയും ചുമന്ന് നടന്ന് മത്സ്യവിൽപ്പന നടത്തുന്ന ഇബ്രാഹിമിനും കുടുംബത്തിനും സുരക്ഷിതമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി.
ഇതിനു വഴിയൊരുക്കിയത് കൂരിക്കുഴി മഹല്ല് പ്രവാസി അസോസിയേഷനും കയ്പമംഗലം കൂരിക്കുഴി പഞ്ഞമ്പള്ളി സ്വദേശി കുന്നുങ്ങൽ വീട്ടിൽ ഇബ്രാഹിമിനാണ് അസോസിയേഷൻ ഭാരവാഹികൾ വീട് നിർമ്മിച്ചു നൽകിയത്. 3 പതിറ്റാണ്ടിലേറെ കാലമായി കാവും കുട്ടയും ചുമന്ന് കിലോമീറ്ററുകളോളം നടന്ന് മത്സ്യവില്പന നടത്തുന്ന ഈ 68-കാരനെ കുറിച്ച് 6 മാസം മുമ്പാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. വർഷങ്ങളായി ഓലപ്പുരയിലായിരുന്നു ഇബ്രാഹിമും കുടുംബവും അന്തിയുറങ്ങിയിരുന്നത്. മത്സ്യവില്പന നടത്തി കിട്ടുന്ന പണമായിരുന്നു ജീവിത ചിലവിനുള്ള മാർഗം. സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും 4 പെൺമക്കളെ ഇതിനിടയിൽ വിവാഹം ചെയ്തയച്ചു. മാധ്യമങ്ങളിലൂടെ ഇബ്രാഹിമിനെ കുറിച്ചറിഞ്ഞതോടെയാണ് KMPA വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. 600 ചതുരശ്ര അടിയിൽ 10 ലക്ഷം രൂപ ചിലവിട്ടാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 2 കിടപ്പുമുറി, അടുക്കള, ഹാൾ, വരാന്ത, 2 ശുചിമുറി എന്നിവ ഉൾപ്പെടുന്നതാണ് വീട്. രാവിലെ നടന്ന ചടങ്ങിൽ KMPA ഭാരവാഹികൾ ചേർന്ന് വീടിന്റെ താക്കോൽ കൈമാറി. KMPA ചെയർമാൻ PM ഷാഹുൽ ഹമീദ്, കൺവീനർ TK ഉബൈദ്, ട്രഷറർ KK ഹംസ, മഹല്ല് പ്രസിഡന്റ് സിറാജുദ്ദീൻ സഖാഫി, പഞ്ചായത്ത് അംഗങ്ങളായ PMS ആബിദീൻ, മിനി അരയങ്ങാട്ടിൽ, AA ഷാജി, KK സക്കരിയ, PN നസീർ, AM അബ്ദുള്ളക്കുട്ടി, TM റാഷിദ്, TK അലി, MA മുഹമ്മദ്, MB ഷാഹുൽ ഹമീദ്, PK റാസിഖ് തുടങ്ങിയവർ സന്നിഹിതരായി. ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ ഷമീർ തളിക്കുളം, എഞ്ചിനീയർ റഷീദ് പെരുന്തറ എന്നിവരെ ആദരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഫർണിച്ചർ കടയിൽ ഡ്രസ് പണിക്കുള്ള സാധനങ്ങൾ ഇറക്കുന്നതിനെ തുടർന്നുള്ള ആക്രമണത്തിലെ പ്രതികൾ പിടിയിൽ. നാട്ടിക സ്വദേശി ആറുകെട്ട് വീട്ടിൽ ഷിബു, തൃപ്രയാർ കളിച്ചത്തിൽ വീട്ടിൽ രതീഷ്, വലപ്പാട് സ്വദേശി ചീരായ് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, നാട്ടിക സ്വദേശി നമ്പട്ടി വീട്ടിൽ രാധാകൃഷ്ണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തൃപ്രയാർ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിലുള്ള ഫർണിച്ചർ കടയിൽ ഡ്രസ് പണിക്കുള്ള സാധനങ്ങൾ പെരിങ്ങോട്ടുകര സ്വദേശിയായ സായിരാജിന്റെ പണിക്കാരും ചേർന്ന് ഇറക്കിയതിലുള്ള വിരോധത്താൽ സായിരാജിന്റെ കൂടെയുണ്ടായിരുന്ന പണിക്കാരനായ സബിയെ അടിച്ചത് ചോദ്യം ചെയ്ത സായിരാജിനെ ആക്രമിച്ച കേസിലെ പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ വലപ്പാട് S സിബിൻ, പോലീസുകാരായ മനോജ്, MB പ്രണവ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ CPO മുജീബ് എന്നിവരും ഉണ്ടായിരുന്നു. മാളയിൽ കെട്ടിടം പൊളിക്കുന്നതിനിടെ അന്യസംസ്ഥാന തൊഴിലാളിക്ക് പരിക്ക്. മാള ടൗണിന് സമീപം പഴയ കെട്ടിടം പൊളിക്കുന്നതിനിടെയാണ് അന്യസംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റത്. കോൺക്രീറ്റ് സ്ലാബ് കാലിലേക്ക് വീഴുകയായിരുന്നു. മാള ഫയർഫോഴ്സ് അപകട സ്ഥലത്തെത്തിയിരുന്നു. കാലിൽ പരിക്കേറ്റ തൊഴിലാളിയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്. മാള ബ്ലോക്ക് പഞ്ചായത്ത്, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇതിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒത്തിരി കായിക കലാരൂപങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ IM വിജയനെ പോലുള്ള കായിക താരങ്ങൾ ഗ്രാമാന്തരീക്ഷങ്ങളിൽ നിന്ന് വളർന്നു നടക്കുക. അങ്ങനെ ഒത്തിരി പേര് IM വിജയനെ കുറിച്ച് ഞാൻ പറയുന്നത് എൻ്റെ സുഹൃത്തുക്കൂടിയായതുകൊണ്ട് ഞാനതിനെ സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും അവരൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്ന് കേരളവർമ്മ കോളേജിൽ നിന്ന് അവിടുത്തെ കോച്ച് വളർത്തിയെടുത്തതാണ്. വേറെ ഇവിടുത്തെ കേരളവർമ്മ ഗ്രൗണ്ടിൽ നിന്ന് വളർത്തിയെടുത്തൊരു കായിക താരമാണ് IM വിജയൻ എന്ന് പറയുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി അധ്യക്ഷത വഹിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PP വിനോദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു ഷാജു, ഷിജി യാക്കോബ്, ജോസ് മാഞ്ഞൂരാൻ, മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ നൈസൻ, സിൽവി സേവ്യർ, ജുമൈല സഗീർ എന്നിവർ സംസാരിച്ചു. സഹകരണ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങളിൽ KCF-ന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് TN പ്രതാപൻ. ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ സഹകരണ മേഖലയിൽ വളർച്ചയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. KCF കൊടുങ്ങല്ലൂർ താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താലൂക്ക് പ്രസിഡന്റ് സലീം കയ്പമംഗലം അധ്യക്ഷത വഹിച്ചു. KCF തൃശൂർ ജില്ലാ പ്രസിഡന്റ് AK സതീഷ് കുമാർ, സെക്രട്ടറി PR പ്രമോദ്, സംസ്ഥാന നിർവാഹക സമിതി അംഗം CP തമ്പി,
ജില്ലാ വൈസ് പ്രസിഡന്റ് ജിയോ ജോസ്, കയ്പമംഗലം UDF കൺവീനർ PS മുജീബ് റഹ്മാൻ, കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ, KSSPA സംസ്ഥാന സെക്രട്ടറി TM കുഞ്ഞുമൊയ്തീൻ, പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ PK മുഹമ്മദ്, മുസിരീസ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ബഷീർ കൊണ്ടാമ്പുള്ളി, ഷിജു, KB ആത്മാനുജൻ, PA മനാഫ്, സാബിക് ബഷീർ, അഖിൽ മേനോൻ, സജന OA, അരുൺ ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ പ്രതിഭാ സംഗമം നടത്തി. പിന്നണി ഗായകനും ഫ്ലവേഴ്സ് TV ടോപ്പ് 10 ഫൈനലിസ്റ്റുമായ മാസ്റ്റർ ശ്രീഹരി പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. CBSE, ICSE സ്റ്റേറ്റ് കലോത്സവങ്ങളിൽ A ഗ്രേഡ് നേടിയ തൃശൂർ ജില്ലയിലെ 500ഓളം വിദ്യാർത്ഥികൾ പ്രതിഭാ സംഗമത്തിൽ പങ്കെടുത്തു. ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചാലക്കുടി MLA TJ സനീഷ് കുമാർ പ്രതിഭകൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. തുടർന്ന് മാധ്യമരംഗത്തെ പ്രശസ്തനായ മനോജ് കമ്പത്തിന്റെ മോട്ടിവേഷണൽ സ്പീച്ചും സഹൃദയയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കലാവിരുന്നും അരങ്ങേറി. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ സിബിൻ വാഴപ്പള്ളി, സഹൃദയ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം ഡീൻ പ്രൊഫസർ തോമസ് VJ, ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീജിഷ് K, പൊയ്യാറ സഹൃദയ സ്റ്റുഡൻസ് കൗൺസിൽ ചെയർപേഴ്സൺ മിസ് മെറിൻ ബേബി എന്നിവർ സംസാരിച്ചു. ആഡംബര വാഹനത്തിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 160 ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശി മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ. മാഹി പള്ളൂർ സ്വദേശി ജംഷാദിനെയാണ് ചാലക്കുടി DYSP K സുമേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. മദ്യം കടത്തിക്കൊണ്ടുവന്ന വാഹനവും കസ്റ്റഡിയിലെടുത്തു. മയക്കുമരുന്ന് കടത്തലിനെതിരെ ജില്ലാ പോലീസ് മേധാവി ആവിഷ്കരിച്ച പ്രത്യേക രാത്രികാല വാഹന പരിശോധനയിൽ പുലർച്ചെയോടെ അമിത വേഗത്തിലെത്തിയ കാർ സംശയം തോന്നി പരിശോധിച്ചത്. വാഹനത്തിന്റെ ഡിക്കിയിൽ രഹസ്യമായാണ് മദ്യം സൂക്ഷിച്ചിരുന്നത്. കൊടകര പേരാമ്പ്രയിൽ ചാലക്കുടി സബ് ഡിവിഷൻ ഡാൻസ് ഹൗസ് സ്ക്വാഡും കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ PK ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് മദ്യം പിടികൂടിയത്. ചോദ്യം ചെയ്യലിൽ കേരളത്തിലെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് മദ്യവിൽപ്പന നടത്തി വന്നയാളാണ് ജംഷാദ് എന്നും ആവശ്യക്കാരിൽ നിന്നും വാട്സപ്പ് വഴി ഓർഡർ സ്വീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് മദ്യവിൽപ്പന നടത്തുകയാണെന്ന് ചെയ്യുന്നതെന്നും ജംഷാദ് പോലീസിനെ അറിയിച്ചു. കേസിലെ കൂടുതൽ പ്രതികളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് സംഘം പറഞ്ഞു. പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷിച്ചു. കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. NS സെക്രട്ടറിയും മാനേജറുമായ ദീപക് സത്യപാലൻ അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ മെട്രോ അസിസ്റ്റന്റ് കമാൻഡറും ചീഫ് സെക്യൂരിറ്റി ഓഫീസറുമായ സലീൽ, SN മിഷൻ വൈസ് ചെയർമാൻ ES രാജൻ, ജോയിന്റ് സെക്രട്ടറി MP കാർത്തികേയൻ, വാർഡ് കൗൺസിലർ PN വിനയചന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ, വാർഡ് കൗൺസിലർ തങ്കമണി, പ്രിൻസിപ്പൽ KG ഷൈനി, വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ P മേനോൻ, SWC പ്രസിഡന്റ് AS അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. വത്സല ഉണ്ണികൃഷ്ണനായി കുട്ടികൾ സ്വരൂപിച്ച ചികിത്സാ സഹായധനം ചടങ്ങിൽ വെച്ച് കൈമാറി. 3000ഓളം കുട്ടികൾ പങ്കെടുത്ത ചിത്രരചനാ മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്ക് ക്യാഷ് പ്രൈസും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. മുത്തച്ഛന്മാരുടെയും മുത്തശ്ശികളുടെയും കുട്ടികളുടെയും കലാവിരുന്ന് ചടങ്ങിന് മാറ്റുകൂട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ബജറ്റിൽ മാള അരവിന്ദനെ ഇത്തവണയും സർക്കാർ അവഗണിച്ചു. സ്ഥലം കണ്ടെത്തി നൽകിയതിനാൽ ഈ ബജറ്റിൽ തുക വകയിരുത്തുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നെന്ന് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ശ്രീനാരായണപുരം പടിഞ്ഞാറ് വെമ്പല്ലൂരിൽ ഓട്ടോ ടാക്സി ഇടിച്ച് ബൈക്ക് യാത്രക്കാരിയായ വീട്ടമ്മ മരിച്ചു. അഞ്ചങ്ങാടി ലോറിക്കടവ് പുളിയനാർ പറമ്പിൽ മനേഷ് ഭാര്യ സുസ്മിതയാണ് മരിച്ചത്. ചാലക്കുടി റെയിൽവേ ട്രാക്കിന് സമീപം ഉണക്കപ്പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. കൊരട്ടി പോലീസ് സ്റ്റേഷന് സമീപം ദേശീയപാതയോരത്ത് റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള പറമ്പിലെ ഉണക്കപ്പുല്ലിനാണ് തീപിടിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.